ഞാൻ ഈ ഷോ കാണുമ്പോൾ ഇതൊരു വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. കാരണം ഈ അടുത്ത കാലത്ത് ഏ- ഈ ഡിജിറ്റൽ ആർട്ടിനെ സംബന്ധിച്ചിട്ടുള്ള ആ, നമ്മുടെ ധാരണകളെയൊക്കെ വേറെ തരത്തിൽ പൊളിച്ചെടുക്കുന്നൊരു വർക്കായിട്ടാണ് എനിക്കിത് ഈ ഒരു ഷോനെ തോന്നുന്നത്. കാരണം ഇതിനകത്ത് ആ, ഈ ആർട്ടിസ്റ്റ് വളരെ വ്യത്യസ്തമായിട്ടുള്ള വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആർട്ടിസ്റ്റ് ഒരു പ്രത്യേക ശൈലി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ട്. അത് ഒരു അത് ഒരു ആർട്ടിന് വളരെ അത്യന്താപേക്ഷിതമാണെന്നുള്ളൊരു ധാരണ മൊത്തത്തിലുണ്ട്. ആ ധാരണേനെ മുഴുവനും പൊളിച്ചെഴുതുന്ന ഒരു ഷോ ആയിട്ടാണ് എനിക്ക് പെട്ടെന്നുള്ളൊരു പ്രതികരണമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനകത്ത് വ്യത്യസ്ത മേഖലകൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഈ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള എനിക്ക് ശ്രമിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കുറച്ച് ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഐ തിങ്ക് ദോർ ഐ എം കൺഫ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ധാരാളം ഈ ലോകത്ത് ഇമേജുകളുടെയും വലിയൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു അനന്തമായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു ക്രിയേറ്റീവായിട്ട് നിലനിൽക്കാൻ കഴിയുക? ഒരാളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു സിംഗുലാരിറ്റി അല്ല. അതിങ്ങനെ പല ആളുകളുടെയും പല മനുഷ്യരുടെയും ചരിത്രത്തിലൂടെയും ഒക്കെ കടന്നു വരുന്നൊരു കാര്യമായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോൾ ഒരാൾക്ക് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടും മൾട്ടി ലെവൽ സ്കില്ലിലും നിൽക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ വർക്കുകൾ തരുന്നത്. ഒരാള് അത് ചെയ്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഈ ഷോ അത്തരത്തിലൊരു സ്പിരിറ്റാണ് നൽകണതെന്ന് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം.